വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാനൊരു നാടൻ ചിക്കൻ കറിയാണ് ഉണ്ടാക്കുന്നത്, വറുത്തരച്ചിട്ടുള്ള ഒരു ചിക്കൻ കറി. അപ്പോൾ ഇത് എൻ്റെ ഉമ്മയുടെ സ്പെഷ്യൽ കറിയാണ്. അപ്പോൾ മദേഴ്സ് ഡേയുടെ അന്ന് എൻ്റെ സ്പെഷ്യൽ ഇതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഞാൻ ഷെയർ ചെയ്യണം. അപ്പോൾ ഇത് വീഡിയോയിലേക്ക് പോണതിന് മുൻപ് ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്നുള്ളൊരു ഓപ്ഷനും കൂടെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം നമുക്കൊരു കടായി വെച്ചിട്ട് ചൂടാക്കി എടുക്കണം. അപ്പോൾ കടായി ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതാണ് ഈ കറിയുടെ ടേസ്റ്റ്. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് ഏത് ഓയിലായാലും ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 സബോള ചെറുതാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ഇടുക. ഇനി ഇതിലേക്ക് ഒരു 2-3 തണ്ട് വേപ്പിലയും ഒരു 3 പച്ചമുളകും കൂടി ഇട്ടിട്ട് സബോളയും വേപ്പിലയും പച്ചമുളകും കൂടെ ഒന്ന് നമുക്കൊന്ന് വാട്ടിയെടുക്കണം. അപ്പോൾ ഇതിലേക്ക് കുറച്ചും കൂടിയും ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്ക് സബോളയിലേക്കുള്ള ഉപ്പിട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇത് വാട്ടാം. കറിയിലേക്കുള്ള ഉപ്പ് നമുക്ക് പിന്നീട് ഇടാം. സബോളയിലേക്കുള്ള കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് പകുതി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും പിന്നെ ഒരു നുള്ളു പെരുംജീരകവും കൂടെ ചതച്ചത് കൂടെ ഇട്ട് കൊടുത്തിട്ട് ഇതൊന്നും കൂടെ നമുക്കൊന്ന് വാട്ടണം. ഇതൊക്കെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യണം, കരിഞ്ഞു പോവാതെ തന്നെ വാട്ടിയെടുക്കണം. ഇതിപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുക. ഈ പൊടികളുടെ ഒക്കെ ഒരു മണം മാറി നല്ലൊരു മണം വരുന്നത് വരെ, പച്ചമണമൊക്കെ മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 2 തക്കാളിയും കൂടെ ഇടണം. അത് പഴുത്ത തക്കാളി തന്നെ ഇട്ട് കൊടുക്കുക. 2-3 ഓരോരുത്തരുടെ പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഞാൻ 2 തക്കാളിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി ഒന്ന് മൂടി വെച്ചിട്ട് ഈ തക്കാളിയൊക്കെ നന്നായി ഉടഞ്ഞ് വരുന്ന വരെ ഒന്ന് വേവിക്കണം. തക്കാളിയൊക്കെ നന്നായി വെന്ത് ഉടഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി ചിക്കൻ ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ പകുതി ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞളും മുളകും കുറച്ച് ഗരം മസാലയും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വെച്ച് ഒരു അരമണിക്കൂർ വെച്ചിട്ടുള്ളതാണ്. ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. ഇത് നമ്മളെ ചിക്കൻ പീസിലേക്കൊക്കെ നല്ലോണം ഉപ്പ് വരെയൊക്കെ ഒന്ന് പിടിച്ചു കിട്ടും. ഇനിയിപ്പോൾ ഇതിങ്ങനെ ചെയ്തില്ലെങ്കിലും നമുക്ക് നേരിട്ട് ചിക്കൻ കഴുകി വെള്ളമൊക്കെ കളഞ്ഞിട്ടും ഇട്ട് കൊടുക്കുക. ഞാനിതിങ്ങനെ ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേവിച്ചെടുക്കണം. അപ്പം നമ്മൾ നേരത്തെ മസാലപ്പൊടി ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുറച്ച് മസാലപ്പൊടി ഇട്ട് കൊടുക്കുക. കുറച്ച് കുരുമുളക് പൊടിയും കൂടിയും ഒന്ന് ഇടുക. എരിവിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ഇടുക. ഞാനിപ്പോൾ കുറച്ചിട്ടിട്ടുള്ളൂ. ഇനി ഇത് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇനി നമ്മൾ നേരത്തെ സബോളയിലേക്കുള്ള ഉപ്പ് മാത്രമല്ലേ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ചിക്കനിലേക്കുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി ഇത് വേവാൻ ആവശ്യമുള്ള കുറച്ച് വെള്ളം ഒരു ചെറിയൊരു ഗ്ലാസ് ചൂടുവെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിത് വേവിച്ചെടുക്കുക. ഇത് വേവണ സമയം കൊണ്ട് നമുക്കിനി ഇതിലേക്ക് നാളികേരമൊക്കെ വറുത്തെടുക്കണം. അപ്പോൾ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് മൂടി വെച്ചിട്ട് നമുക്ക് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. പെട്ടെന്ന് ഫ്ലെയിം കൂട്ടിയിട്ട് വേവിച്ചാൽ ചിക്കൻ്റെ ഉള്ളിലേക്കൊന്നും ശരിക്കും മസാലയൊന്നും പിടിക്കില്ല. അപ്പോൾ ചെറിയ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമുക്ക് നാളികേരമൊക്കെ ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളിച്ചെണ്ണ മതി, നാളികേരം ഒന്ന് വറുക്കാനുള്ള വെളിച്ചെണ്ണ. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം വേണം. ഞാനൊരു 2 പിടി നാളികേരം എടുത്തിട്ടുള്ളത്. ഗ്രേവിക്ക് അനുസരിച്ച് കൂട്ടിയൊക്കെ എടുക്കുക. അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം എടുത്തിട്ടുള്ളൂ. കുറച്ച് നാളികേരം, അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളി, ഒരു 5-6-7 ചെറിയ ഉള്ളിയും ഒരു 3-4 വെളുത്തുള്ളി, 1 തണ്ട് വേപ്പിലയും, 1 മുളകും, ഒരു നുള്ളു പെരുംജീരകവും,
കൂടെ ഇട്ടിട്ടുണ്ട്. ഇതും കൂടെ ഒന്ന് വറുത്തെടുക്കുക. പെരുംജീരകമൊക്കെ കുറച്ചെടുത്താൽ മതി. അധികമായിട്ടുണ്ടെങ്കിൽ പെരുംജീരകത്തിൻ്റെ മണം ഇങ്ങനെ കൂടുതലായിട്ട് നിൽക്കും. അപ്പോൾ അതൊക്കെ കുറച്ചെടുക്കുക. ഉള്ളി ഇത്തിരി കൂടിയാലും കുഴപ്പമില്ല. പെരുംജീരകം വെളുത്തുള്ളിയൊക്കെ കുറച്ചെടുക്കുക. ഇത് നമുക്ക് കുറച്ച് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ ആവണ വരെ വറുത്തെടുക്കുക. അപ്പോൾ ഈ പാകത്തിൽ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. ഇതിനും കുറച്ചും കൂടെ കൂടുതൽ വേണമെങ്കിൽ വറുക്കുക. പക്ഷെ നമ്മൾ കറിയുടെ കളറൊക്കെ ഭയങ്കര ഡാർക്കായി പോകും. അപ്പോൾ ഞാൻ ഈ ഇതിൽ ഓഫ് ചെയ്തിട്ട് തണുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ ചിക്കൻ കറി ഒരുവിധം വേവായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് ഇളക്കി കൊടുക്കണം. ഉപ്പും എരിവൊക്കെ നോക്കുക. എരിവൊക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഉപ്പ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നാളികേരം തണുത്തിട്ടുണ്ട്. അതൊന്ന് അരച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. നന്നായി തരികളൊന്നും ഇല്ലാണ്ട് നന്നായി തന്നെ അരച്ചിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളം കുറച്ചും കൂടെ ആവശ്യമുണ്ടെങ്കിൽ ഗ്രേവിക്ക് ഒഴിച്ചു കൊടുക്കണം. ഇനിയും കുറച്ചും കൂടെ ഗ്രേവി വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ ഇത്ര ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. ഇനി ഇതെല്ലാതും കൂടെ കഷ്ണങ്ങളൊന്നും ഉടയാണ്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം. മൂടി വെച്ചിട്ട് തന്നെ ഒന്ന് തിളപ്പിച്ച് ഇതിൻ്റെ മേലെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരും. അതുവരെയൊക്കെ ഒന്ന് നമുക്ക് തിളപ്പിച്ചെടുക്കുക. അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് തിളപ്പിച്ചാൽ മതി. അപ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് അതിലത്തെ വെള്ളമൊക്കെ വറ്റി ഭയങ്കരമായിട്ട് അങ്ങോട്ട് ഗ്രേവിയൊക്കെ കുറുകി വരും. ഇപ്പോൾ അത് എണ്ണയൊക്കെ നന്നായി തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ലാസ്റ്റായിട്ട് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കണം. നമ്മൾ നാടൻ കറിയായിരുന്ന മല്ലിയിലൊന്നും ഇതിൽ ഞാൻ ഇട്ടിട്ടില്ല. ഇടണമെന്നുണ്ടെങ്കിൽ ഇടാം. അപ്പോൾ ഞാനിതിലേക്ക് കുറച്ച് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഇപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നെ ഒരു തണ്ട് വേപ്പിലൊക്കെ വേണമെങ്കിൽ കൂട്ടിയൊക്കെ ഇടാം. ഞാൻ ഒരു തണ്ട് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. ഇത് രണ്ടും ഇട്ടിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് തന്നെ ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അപ്പോൾ 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കൊന്ന് തുറന്ന് നോക്കാം. വേപ്പിലയുടെയും വെളിച്ചെണ്ണയുടെ ഒക്കെ ഒരു നല്ലൊരു മണം വരും. അപ്പോൾ ഇതൊക്കെ ഒന്ന് പതുക്കൊന്ന് ഈ ഗ്രേവിയൊക്കെ ആയിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കുക. നമുക്കിത് ചൂടാറിയിട്ടുണ്ട്. ഇനി നമുക്ക് വേറൊരു പ്ലേറ്റിലേക്കൊക്കെ മാറ്റിയിട്ട് നമുക്ക് ഉപയോഗിക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് ഇത്. ഇത്രയും ഗ്രേവി വേണ്ടാന്നുണ്ടെങ്കിൽ കുറച്ച് മുൻപ് തന്നെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്ക് കുറച്ച് ഗ്രേവിയോടുകൂടി എടുക്കാം. ഇതിപ്പോൾ ഇത്തിരി തിക്ക് ഗ്രേവിയിലാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇത് നമുക്ക് പത്തിരിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ ഒരു അടിപൊളി കോമ്പിനേഷനാണ്. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം. എന്നിട്ട് എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. താങ്ക് യു.